ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിന്റെ ജനനം അന്നത്തെ സമൂഹത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായി. ഒരുപക്ഷെ അവന്റെ മുന്നോടിയായ യോഹന്നാൻ സ്നാപകന്റെ വാക്കുകൾ തന്നെയായിരിക്കാം അതിന് കാരണം. ഒരു മശിഹ വരുന്നു, ഒരു രക്ഷകൻ വരുന്നു, എല്ലാവരും മാനസാന്തരപ്പെടുന്നു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അത്ര സന്തോഷത്തോടെയാണ് അതിനെ സ്വീകരിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സമൂഹത്തിൽ അവരുടെ വില കുറഞ്ഞു പോകുമോ, അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ളതായ ആശങ്കകളായിരിക്കാം കാരണം. എന്നാൽ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച ചിലരെങ്കിലും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനികൾ മറിയമും യൗസേപ്പും ഒക്കെയായിരുന്നു. സന്തോഷത്തോടുകൂടി സമൂഹത്തിൽ ജീവിച്ചതായ ഒരു പെൺകുട്ടി ദൂതന്റെ അറിയിപ്പോടെ വലിയ പ്രതിസന്ധികളാണ് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ അവിടെ എല്ലാം അവളുടെ സമീപനം ഒരു വാക്കു മാത്രമായിരുന്നു: ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്കുപോലെ എനിക്ക്, അങ്ങയുടെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. രണ്ടാമതായി, അന്നത്തെ സമൂഹത്തിൽ വലിയൊരു മാറ്റമാണ് ക്രിസ്തുവിന്റെ ജനനം കൊണ്ടുവന്നത്. അതോടുകൂടി യവനനും യഹൂദനുമെന്നില്ല, ദാസനും യജമാനനും എന്നില്ല, അങ്ങനെയുള്ള എല്ലാ വേർതിരിപ്പുകളും അവിടെ അവസാനിക്കുകയാണ്. എല്ലാവരെയും ഒരേപോലെ കാണുവാൻ, നിന്നെപ്പോലെ തന്നെ അയൽക്കാരനെയും കാണുവാൻ തക്കവണ്ണമുള്ളതായ ഒരു വലിയ സന്ദേശത്തിന്റെ തുടക്കമായിരുന്നു ആ ജനനം. ഈ ക്രിസ്മസ് കാലവും ഈ ക്രിസ്തുവിന്റെ ജനനത്തിൻ്റെതായ ഈ കാലവും നമുക്കും അതിന് ഇടയാകണം. നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്നവരെ ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. മാറ്റി നിർത്തിയിരിക്കുന്നവരെയും കൊള്ളില്ല എന്ന് പറഞ്ഞവരെയൊക്കെ നമ്മോട് ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം ഇടയാകണം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളെയും പ്രതിസന്ധികളെയും ഒക്കെ ദൈവത്തോടുള്ള ബന്ധത്തിൽ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാൻ ഇടയാകണം. നമുക്കും പറയാനിടയാകണം: ഞാൻ കർത്താവിൻ്റെ മകനാകുന്നു, അങ്ങയുടെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഈ ക്രിസ്മസ് കാലം, ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെതായ ഈ ദിനങ്ങൾ നമുക്കും ഇപ്രകാരം ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഇടയാകട്ടെ. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.